കയറിയ മുൻവശത്തിരുന്നവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ വലത് ഭാഗത്തയുടെ വലിയൊരു വെട്ടുപാടുണ്ട്. ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ മുട്ടയടിച്ച് തൊപ്പി വെച്ചേക്കുന്നു. ഒരാളുടെ മുഖം വികൃതമായ രീതിയിൽ തോന്നി. ഞാൻ എൻ്റെ സുരക്ഷിതത്വം എന്തെങ്കിലും വന്നാൽ ചാടി ഓടാനും അതുവരെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നുള്ള ചിന്താഗതി എനിക്കറിയില്ല. അവർ ക്ലോറോഫോം വെച്ച് എന്നെ മണപ്പിക്കണം, എൻ്റെ കൈയും കാലും പിടിച്ച് പിരിക്കണം. ബൈബിളിൽ വാക്ക് പറയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ഭൂമിയിൽ സന്മനസ്സുള്ള എന്തോരം വേദന നിന്നിട്ടാണ് ഈ തുടർന്നു എനിക്ക് ശരിയായി കിട്ടും. അവർക്ക് ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കൊണ്ടുവന്ന് ഞാൻ തിരിച്ചു. എന്നെ പോലെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു തിരിച്ചുവരവുണ്ട്. സത്യം ജയിക്കും. കാരണം സത്യം ദൈവം. പ്രകൃതിയാണ്. അവൻ 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ടാക്സി ഡ്രൈവറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു അല്ലേ? അതെ. ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതെ. അതൊരു സിനിമാ കഥയാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും, പക്ഷെ അല്ല. അങ്ങ് ശരിക്കും നേരിട്ട വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. 2008 മാർച്ച് 8-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി എന്താണ് സംഭവിച്ചത്? 5 മണിയോടുകൂടി ഞാൻ സ്റ്റാൻഡിൽ ഓട്ടത്തിന് വേണ്ടി കിടക്കുമ്പോൾ 2 പേര് വന്ന് എൻ്റെ വണ്ടി വാടകയ്ക്ക് വിളിച്ചു. എവിടുന്ന്? അങ്കമാലി സ്റ്റാൻഡിൽ നിന്ന്. 2 കുട്ടികളായിരുന്നു അവർ. ഒരാൾ കണ്ണട വെച്ച് ഉണ്ടായിരുന്നു, ഒരാൾ സാധാരണ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. സാധാരണ മഞ്ഞ പോലുള്ള ഷർട്ടും ഒരാൾക്ക് ഇരുണ്ടാക പോലുള്ള ഷർട്ടുമായിരുന്നു അവരിട്ടായിരുന്നു. ഒരു രോഗിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടാ ഞങ്ങൾ വണ്ടി വിളിച്ച് പോകുന്നത്. മൂവാറ്റുപുഴയ്ക്കാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് തന്നെ കേട്ടോ. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. തൃശ്ശൂർ ഞങ്ങൾ ജോലി ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്കമാലിയിൽ നിന്ന് ടാക്സി വിളിച്ചോളാൻ പറഞ്ഞ കൂട്ടുകാരൻ ഞങ്ങൾ വണ്ടി വിളിക്കുന്നത്. ഇത് പ്രകാരം ഞാൻ വണ്ടിയിൽ കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ 2 പേരോടെ ഉണ്ട്. അവരോടെയും നമുക്ക് പോകുന്ന വഴിക്ക് കയറ്റിയിട്ട് പോകാം. ഞങ്ങൾക്ക് 2 പേരോടെയും ആയിട്ട് രോഗിക്ക് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ 3-4 പേരെങ്കിലും മിനിമം വേണം. കാലടി കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ചേട്ടാ, മൂവാറ്റുപുഴ ഹോസ്പിറ്റലല്ല, കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ഇവർ പറഞ്ഞു അവിടെ ആക്കിയാൽ മതി. അപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് വഴിയുണ്ടല്ലോ പോകാൻ എനിക്കറിയാം, പോകാം. മൂവാറ്റുപുഴയ്ക്കല്ല പോകേണ്ടത്, കാലടിക്കാണ് പോകേണ്ടത്. അല്ല, കാലടിക്കല്ല. കാലടി ചെന്ന് കഴിയുമ്പോൾ മൂവാറ്റുപുഴ ഹോസ്പിറ്റലിലേക്കല്ല പോകേണ്ടത്. രോഗി കിടക്കുന്നത് മെഡിക്കൽ കോളേജ് കളമശ്ശേരി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഇത് പ്രകാരം ഞാൻ പെരുമ്പാവൂരിൽ നിന്നും പ്രൈവറ്റ് റൂട്ടിൽ മെഡിക്കൽ കോളേജിലേക്ക് വരാൻ വഴിക്ക് ആ വഴിക്ക് പോയി. ആ വഴിയിൽ തന്നെയാണ് 2 കൂട്ടുകാരും നിൽക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. ആ വഴിയിൽ കുറച്ച് ചെന്നപ്പോൾ ഇടയ്ക്കൊരു വീടിൻ്റെ മുൻവശത്തായിട്ട് 3 പേര് നിൽക്കുന്നുണ്ട്. 3 പേര് കേട്ടോ, 2 പേരെ 3 പേര് അവർ നമ്മളെ കൂട്ടുകാരൻ അവരെ കയറ്റിക്കോളാൻ പറഞ്ഞു. ഞാൻ 3 പേരെ വണ്ടിയിൽ കയറ്റി. എൻ്റെ വണ്ടി വിളിച്ചപ്പോൾ അവർ 2 പേര് ഞാൻ പുറകിലായിരിക്കാറുണ്ട്. 3 പേര് കയറിയത്, ഒരാൾ മുൻപിലും 2 പേര് പുറകിലായിട്ട്, അങ്ങനെ 5 പേരായി വണ്ടിയിൽ. മുന്നോട്ട് വണ്ടി എടുത്തു. ഞാൻ എൻ്റെ വണ്ടിയിലകത്തിരിക്കുന്ന ഗ്ലാസ്സിൽ കൂടി വരെ നോക്കിയപ്പോൾ കയറിയ മുൻവശത്തിരുന്നവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ വലത് ഭാഗത്തയുടെ വലിയൊരു വെട്ടുപാടുണ്ട് മുഖത്ത്. എനിക്ക് സംശയം തോന്നി. ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ മുട്ടയടിച്ച് തൊപ്പി വെച്ചേക്കുന്നു. ഒരാളുടെ മുഖം വികൃതമായ രീതിയിൽ തോന്നി. എനിക്ക് വളരെ സംശയം തോന്നി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പ്രയാസമോ ബുദ്ധിമുട്ടോ വേദന എന്തെങ്കിലും ഉണ്ടോ? വേറെ രോഗിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ പോകുന്നതാണോ? അങ്ങനെ പറഞ്ഞപ്പോൾ മുൻപിലിരിക്കുന്ന തന്നെ എൻ്റെ ഭാര്യ വണ്ടി ഇടിച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, എന്നാലും എനിക്ക് സംശയം, നിങ്ങൾ പാഞ്ചേരിക്ക് വേറെ പോയിട്ടൊരു ഓട്ടോ ഉണ്ട്, പോയി തിരിച്ചു എത്താൻ പറ്റുമെന്ന് തോന്നാറില്ല, നിങ്ങളൊരു ഓട്ടോ വിളിച്ചാൽ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ ഉള്ള
സ്ഥലത്ത് തൊട്ട് മുമ്പായിട്ട് ഇടത്തെ സൈഡ് കൂടി വഴിയിൽ പോണേ. ആ വഴിയുടെ മുകളിലേക്ക് ഓട്ടോ സ്റ്റാൻഡുണ്ട്. 2 ഓട്ടോറിക്ഷയുടെ കിടക്കണ്ടപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയുടെ വണ്ടി നിർത്തി. വണ്ടി നിർത്തിയപ്പോൾ എന്തേ വണ്ടി നിർത്തണേ? ഞങ്ങൾ ഓട്ടോറിക്ഷ ഒന്നും കയറ്റി വിടില്ലേ, ചേട്ടൻ എന്താ വിടേണ്ടത് ഞങ്ങൾ തരാം. ചേട്ടനും ഒരു സാധാരണ ടാക്സി ജോലിക്കാരനല്ലേ, ഞങ്ങളൊരു പണിക്കാരൻ. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയതാ. എന്തിനാണ് അവിടെ വണ്ടി നിർത്തിയത്? അവരെ ഓട്ടോറിക്ഷയ്ക്ക് കയറ്റി വിടാവുന്ന രീതിയിലാണ് ഞാൻ നിർത്തിയത്. കാരണം എനിക്ക് സംശയം തോന്നി. വേറെ അവരെ മുഖഭാവവും കാര്യങ്ങളും കണ്ട് എനിക്ക് സംശയം തോന്നി. എന്താ തോന്നിയത്? കാരണം ഇവർ വണ്ടി തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ആക്രമിക്കാനോ ആണോ എന്ന് എനിക്ക് സംശയം തോന്നി. കാരണം അവരുടെ മുഖഭാവവും ഈ മുഖത്ത് വെട്ടുപാടും മുട്ടയടിച്ച തൊപ്പി വെച്ച തലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സംശയമായി. ഇത് ശരിയായ രീതിയിലുള്ള കാര്യമല്ല, എന്നെ ബുദ്ധിമുട്ടിക്കാനാണെന്ന് എനിക്ക് സംശയം തോന്നി. അങ്ങനെയാണ് ഞാൻ വണ്ടി അവിടെ നിർത്താൻ പോയത്. നിർത്തുന്ന ഇടയിൽ ഇവർ പറഞ്ഞേ, അയ്യോ വണ്ടി എന്തിനാ ഇവിടെ നിർത്തണേ, ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്നാ, ഞങ്ങൾ എന്ത് ഇങ്ങനെ പറഞ്ഞ എന്നോട്, ഞങ്ങൾ എന്ത് വേണ്ടിയിലായിക്കോട്ടെ, ഒരു രോഗിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് എൻ്റെ ഭാര്യ, ഒന്ന് അവിടെ നിന്ന് ആക്കിത്താ. ഞാനിത് പ്രകാരം സീറ്റ് ബെൽറ്റ് വരെ എൻ്റെ മാറ്റിയിട്ട് ഡാഷിലിരുന്ന ഫോൺ വരെ ഞാൻ എൻ്റെ പോക്കറ്റിൽ, പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് ഞാൻ എൻ്റെ സുരക്ഷിതത്വം എന്തെങ്കിലും വന്നാൽ ചാടി ഓടാലും അതുവരെ ഞാൻ വിചാരിച്ചു. ദൈവത്തിൻ്റെ ഒരു വരദാനം എന്ന് വിചാരിച്ചു. അത് ഞാൻ നേരത്തെ അങ്ങനെയാണ് ചെയ്തത്. ഇതുവരെ ചെയ്ത് ഞാൻ എൻ്റെ ഉറപ്പ് വിശ്വസിച്ച് രണ്ടും കൽപ്പിച്ചു ഞാൻ ആ വണ്ടി ആ വഴി പോയി, തേങ്ങാശ്ശേരി റൂട്ടിൽ കൂടി. അതായത് അവരോട് ദയ തോന്നി ആ വണ്ടി എടുത്തു. കാരണം നിർത്തിയില്ല. നിർത്തി ജസ്റ്റ് നിർത്താവുന്ന രീതിയിൽ ആയി വണ്ടി. ആ നിർത്തുന്ന സമയത്ത് നിർത്തിയില്ല മാത്രമേ ഉള്ളൂ. എന്താ വണ്ടി നിർത്തണേ എന്നോട് കണ്ട് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആര് കാണുമ്പോൾ എൻ്റെ ഒറ്റ കാര്യം ചിന്തിച്ചോളൂ, ഒരു രോഗിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നല്ലേ, ഇവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നോക്കണ്ട. ഞാനും അവരൊരു തൊഴിലാളിയാണ്, അവരൊരു തൊഴിലാളികളാണ്, അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു രോഗിക്ക് ബ്ലഡ് കൊടുക്കാവുന്ന വേദന, ആ ഒരു അവസ്ഥ മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഹൃദയത്തിൽ തൊട്ടാ ഞാൻ പറയണേ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവിനാൽ ദൈവം ഞാൻ പറയണേ. ആ ഒരു സ്നേഹം ഞാൻ ചെയ്തു. ഒരു 1.5 കിലോമീറ്റർ ജസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഒന്നും നിർത്തി, ഞങ്ങളൊന്ന് മൂത്രം ഒഴിച്ചോട്ടെ. എവിടെയാണ് നിർത്തിയത്? ഒരു 1.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും ശരിക്കും അറിയില്ല. 2 സൈഡും റബ്ബർ തോട്ടമായ, 2 സൈഡും ചെങ്കല്ലിൽ കെട്ടിയ മതിലുകളായിരുന്നു. അവിടെ ചെറിയൊരു വഴിയായിരുന്നു, ടാറിട്ട വഴി. 2 സൈഡും ചെങ്കല്ലിലും കൊണ്ട് കെട്ടിയതും 2 സൈഡും റബ്ബർ തോട്ടമുള്ള, ആൾസഞ്ചാരം ഇല്ലാതെ, വീടുകൾ ഒന്നുമില്ലാത്തൊരു സ്ഥലം. ആ സ്ഥലത്ത് അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, ഹോസ്പിറ്റലിലേക്ക് രക്തം കൊടുക്കാനായിട്ട് പോകുന്നതാണല്ലോ. അതെ. എന്തിനാണ് ഈ വഴി വന്നത്? ഈ വഴി വന്നതിന് കാരണം അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ 2 പേരെയും എടുത്തിട്ട് നമുക്ക് ഈ വഴിക്കേടെ പോയാൽ എളുപ്പത്തിന് NAD റൂട്ടിൽ കയറി തൊട്ടടുത്തണം. ആ വഴിക്ക് ഞാൻ പോയിട്ടുണ്ട്, ശരിയാണ്. കാരണം ഈ വഴി ഇതേ റൂട്ടിലൂടെ നേരത്തെ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. ഇവിടുന്ന് ആ റൂട്ടിലേക്ക് പോയി NAD റൂട്ടിൽ ചെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് എളുപ്പ വഴിയാണ്. അവർ പറഞ്ഞ സത്യമാണ്, ഞാനും പോയിട്ടുണ്ട്. പക്ഷെ എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകണമെന്നുള്ള ചിന്താഗതി എനിക്കറിയില്ലായിരുന്നു. കാരണം ഒരു മനുഷ്യനെ അവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവൻ മരണവേദനയിൽപ്പെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥ ഏതൊരുവനും സഹിക്കാൻ പറ്റില്ല. 1.5 കിലോമീറ്റർ ചെന്ന് വണ്ടി നിർത്തിച്ചു. നിർത്തുന്ന വഴിക്ക് അവർ ക്ലോറോഫോം വെച്ച് എന്നെ മണപ്പിക്കണു, എൻ്റെ കൈയും കാലും പിടിച്ച് പിരിക്കണു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇവര് വണ്ടിയിലിരുന്ന് അവർ തന്നെ ചെയ്യണേ. വണ്ടി അവിടെ നിർത്തി മൂത്രമൊഴിക്കാൻ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ അത് ഓഫാക്കിയിട്ടില്ല. ഞാൻ വണ്ടി നിർത്തുന്നു, അവര് മൂത്രമൊഴിക്കാൻ ഫ്രണ്ടിൽ നിന്ന് ഈ പറഞ്ഞ ആള് ആർക്കും സുഹൃത്തിറങ്ങണു. മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ചുറ്റി എൻ്റെ വണ്ടിയുടെ വന്നു നേരെ നോൺ എസിയാ. താക്കോല വണ്ടിയുടെ ഊരിയെടുത്ത് അവൻ എന്നെ വലത്തെ സൈഡിൽ കൂടെ ആക്രമിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ക്ലോറോഫോൺ ഒരു സൈഡിൽ ഇരുന്നത്, വേറെ ക്ലോറോഫോമാരെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ കൊണ്ട് ഇങ്ങനെ മണപ്പിക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യണേ? ഞാൻ നിങ്ങളോട് ചോദിച്ചാലേ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടോന്ന്. നിങ്ങൾ എന്താ ചെയ്യണേ, എന്താ നിങ്ങൾക്ക് എന്ത് വേണ്ട, ഇതൊക്കെ ചോദിപ്പിക്കും. ഇവരെന്നെ കോളറിനെ പിടിച്ച് വലിച്ച് നേരെ പുറത്തേക്ക് ഇട്ടു, വണ്ടിയുടെ പെൻസിലേക്ക് ഇട്ട് അവിടെ ഇട്ടാണ് എന്നെ ചവിട്ടി കൂട്ടിയത്. ക്ലോറോഫോം വെച്ച് മണക്കി ഒരാളിങ്ങനെ വട്ടം ഇങ്ങനെ പിടിച്ചിട്ട് അനങ്ങാൻ പറ്റണില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഞാനൊരു നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ്. അന്ന് എനിക്ക് 42 വയസ്സ് പ്രായം, നല്ല ആരോഗ്യവാനാണ്. ആ ആരോഗ്യം കൊണ്ട് ഞാൻ എൻ്റെ മരണവേദനയിൽ സർവശക്തനായ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അമ്മേനെയും വിളിച്ചു. ഞാൻ കിടവഴിച്ചു. ഒരു വിധത്തിൽ അവർ എന്നെ വിട്ടില്ല.
രണ്ടാമത് കുളോറോവം വെച്ച് മണപ്പിച്ച് ഞാൻ തട്ടി തെറിപ്പിച്ചിട്ട് പോലും തിരികെ അവരെന്നെ കുളോറോവം വെച്ച് മണപ്പിച്ച് എന്നെ ഒരു പരുവത്തിലാക്കി അവശനാക്കി. അപ്പോഴേക്കും എൻ്റെ കൈ കാല് സകലത് അവശതയായി. ഞാൻ ആ അവശതയായി. അവൻ എന്നെ വലിച്ചു പുറത്തേക്ക് ഇട്ടു. ആ പുറത്തേക്ക് ഇട്ടപ്പോൾ ഞാനൊന്ന് നോക്കി. അപ്പോൾ ചെറിയൊരു ഇതുപോലെ ഇരിക്കും. ഞാൻ അവിടെ തേങ്ങി അവിടേക്ക് വീണു. എൻ്റെ കൈയും കാലിലും പിടിച്ച് രണ്ടുപേരും കൈയും കാലിലും പിടിച്ച് ഒരാളെന്നെ കരിങ്കല്ലിടിക്കുകയാണ്. ആ കരിങ്കല്ലിടിച്ചവൻ ഈ പറഞ്ഞ മുൻപിൽ ഇരുന്ന എൽബിൻ എന്ന് പറഞ്ഞവനാ. അത് ഞാൻ കാണുന്നത് ചെറുത്. കാരണം എനിക്ക് എൻ്റെ ബോധം പോയി. എൽബിൻ. അപ്പോൾ ഒരു ചെറിയൊരു ബോധം എനിക്കുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ചെറുതായിട്ട്. കരിങ്കല്ല് തലയ്ക്ക് 4 ഇടിച്ചതോടുകൂടി എൻ്റെ ബോധം പോയി. പിന്നെ ഞാനൊന്നും അറിയണില്ല. മരിച്ചു എന്ന് വിചാരിച്ച് അവരെന്നെ ഉപേക്ഷിച്ച് അവരെന്നെ അവിടെ ഇട്ടുകൊണ്ട് പോയി റോഡരികെ. ഈ ബാക്കിലേക്ക് പുറകു സീറ്റിൽ എൻ്റെ ഇടത്തെ സീഡ് ഡോറ് തുറന്ന് അവരെന്നെ വലിച്ച് താഴേക്ക് ഇട്ടിട്ട് അവിടെ ഇട്ടിരുന്ന കരിങ്കല്ലിൽ എന്നെ തലക്കിടിച്ചു. രണ്ടുപേര് കാലിൽ രണ്ടുപേരും സമയമായിട്ടുണ്ടാവും ഇത് നടക്കുമ്പോൾ. അത് നടക്കുമ്പോൾ 5:45 സമയം ഉണ്ടാവും. അത് 3/4 മണിക്കൂറിൽ കൂടുതലായി ഉണ്ടാവില്ല. കാരണം എനിക്ക് സമയമൊന്നും നോക്കാൻ പറ്റുന്നില്ലല്ലോ. ഏകദേശം അത്രയും കൂടുതൽ സമയം ആവാൻ സാധ്യതയില്ല. കാരണം ആ നേരത്തെ രാത്രി ആയിട്ടില്ല. രാത്രി ആവണേ 6 മണിയെങ്കിലും ആവണം. അപ്പോൾ രാത്രി ആയിട്ടപ്പോൾ 5:45 ഉണ്ടാവും. അവരെ പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതും എന്നോട് കിള്ളി ഓരോന്ന് ചോദിക്കുന്നതുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് വർത്താനം പോലും പറയാൻ പറ്റും, ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കുരക്കാകെ നീര് വന്ന് തടിച്ച് വായിലേക്ക് വെള്ളം പോലും ഇറങ്ങാത്ത അവസ്ഥയിലായി ഞാൻ. സകല ശരീരവും നീര് കൊണ്ട് ഞാൻ ആകെ വീർത്തായി, മുട്ടലായി. ഷോൾഡറിന് എന്താ പറ്റി? ഷോൾഡറിന് എൻ്റെ ഈ കൈയിൻ്റെ ഷോൾഡർ സ്ലിപ്പായി പോയി. കയ്യിന് സ്വാധീനം പോയി. അതെന്ത് പറ്റി? അവർ കൈ പിരിച്ചാൽ പുറത്തേക്കിട്ട് എങ്ങനെയാണ് പിടിച്ചേർന്നേ? കൈ അനക്കമല്ല. ഒരു 2 കൈ പിരിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൈയും അങ്ങനെ തന്നെ പിരിച്ചു. പക്ഷേ ഈ കൈ എന്തോ എന്തോ പറ്റിയില്ല. 2 ഷോൾഡറിന് എനിക്ക് ഡാമേജാ. അതുപോലെ 2 കാൽമുട്ട്, ഈ പള്ള സൈഡ്, തല. പിന്നെ ഇതിൽ കൂടുതലൊന്നും ഒരു മനുഷ്യന് പറ്റാനുള്ളൂ. ഇത്രയും പങ്കപ്പാട് അവരെന്നെ ചെയ്തു. ആ വഴി വന്ന ഓട്ടോറിക്ഷക്കാരൻ അവൻ പറയണ കേൾക്കണം. ചേട്ടൻ ഇങ്ങനെ ജീവച്ചവൻ പോലെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുണ്ട്. ഇതിന് മുമ്പ് 2-3 കേസ് അവിടെ നടന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ വണ്ടി നിർത്തി ധൈര്യസമേതം ഞാൻ പോയി ചേട്ടനെ നോക്കിയപ്പോൾ ഒരു അനക്കുമില്ല. കയ്യെ പിടിച്ചു നോക്കിയാൽ എന്തോ ഒരു ചെറിയ സംശയം അങ്ങനെ തോന്നി. നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി. ആ വഴി വന്ന ഓട്ടോറിക്ഷയിൽ പള്ളിയിൽ പോകാൻ വന്ന 2 സുഹൃത്തുക്കളെ അവരെ പിടിച്ചപ്പോഴേക്ക് ഞാൻ തലയൊക്കെ എൻ്റെ തോർത്തെടുത്ത് ഞാൻ കൈയും കാലും തലയൊക്കെ കെട്ടിച്ചേണ്ടേ. എന്നിട്ട് കോരി ഞാൻ നിങ്ങളെടുത്ത് ഓട്ടോറിക്ഷയിലെ പുറയിലിട്ട്. അങ്ങനെയാണ് ചേട്ടൻ ആലുവ അശോകപുരം കാർമൽ ഹോസ്പിറ്റലാക്കിയത്. അവിടെ നിന്നാണ് ചേട്ടൻ രക്ഷപ്പെട്ടു പോകുന്നത്. ഇതാണ് ഉണ്ടായ സംഭവം. പിന്നീട് പിറ്റേ ദിവസം പോലീസുകാർ വന്നു, അന്വേഷണം തുടങ്ങി. അവരതിന് മയക്കുമരുന്ന് കേസാണോ, അതല്ലെങ്കിൽ വല്ല പെണ്ണ് കേസാണോ, അല്ല വെള്ളവടി കേസാണോ, തല്ലുപിടി കേസാണോ, എന്താണ്? എന്നോട് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒന്നും തിരിയണില്ല നമുക്കറിയാം. എൻ്റെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. സിസ്റ്റേഴ്സ് തന്നെ എൻ്റെ നമ്പർ 5-8 നമ്പർ ഞാൻ കിട്ടുന്നത്. ഒരു നമ്പർ എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ ഭാര്യയുടെ പോലും നമ്പർ പറഞ്ഞ് ശരിയായില്ല. തിരിഞ്ഞിട്ട് അവർ വിളിച്ചപ്പോൾ കൂട്ടുകാരനായിട്ട് ബന്ധപ്പെട്ടണം എല്ലാവരും അറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. ഇതിലെ പ്രതികളായിട്ടുള്ള ഷഫീഖ്, എൽബിൻ, 3-4 പ്രതികളെ കണ്ടെത്തിയിട്ടില്ല. സുഭാഷ്, സന്തോഷ്, ജിനീഷ്, റോബൻ, പൗലോസ്, അല്ലേ? അതെ, ഇത്രയും ആളുകളാണ്. അതെ. കോടതി രേഖയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതെ. എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? പോലീസ് കേസ് തെളിയിപ്പിച്ച് എന്നെ വിളിച്ചായിരുന്നു ആലുവ സ്റ്റേഷനിൽ. അന്ന് പ്രതികളെയൊക്കെ കിട്ടി. പ്രതികൾ 2 പേരെ വെച്ച് എല്ലാ പ്രതികളെയും കിട്ടി. ഈ എല്ലാവരും എന്നെ കാണിച്ചു തന്നില്ല. 3-4 പ്രതികളെ കാണിച്ചു തന്നു. സർക്കിള് ബാബുകുമാർ സാറാണ് എന്നെ വിളിച്ച് കാണിച്ചു തന്നത്. അതിന് കൂടെ റൈറ്റർ സേവിയർ എന്ന് പറഞ്ഞ സാറ് ഉണ്ടായിരുന്നു. സേവിയർ സാറും ബാബുകുമാർ സാറാണ് ശരിക്കും ഈ കേസ് ആലുവ സർക്കിൾ ഓഫീസിൽ എന്നെ വിളിച്ച് എന്നെ തെളിയിപ്പിച്ച് മനസ്സിലാക്കി തന്നു. പോലീസ് വിളിച്ചു എന്നോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പ്രതികളെ വിളിച്ചു പോയിപ്പോൾ ചോദിച്ചു, ഏലാസേ, നിന്റെ കേസ് ആള് മാറി പറ്റിയതാണ്. യഥാർത്ഥത്തിൽ വേറൊരു ടാക്സി ഡ്രൈവർ പോലീസ് പറഞ്ഞ ആള് നിന്റെ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കണ്ടെന്ന് ചോദിച്ചു. വണ്ടി ഓടിക്കേണ്ടത്. അവൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങാടിക്കടവ്, അങ്കമാലി അങ്ങാടിക്കടവ്, തൊട്ടടുത്ത സ്റ്റോപ്പാണ്. അങ്ങാടിക്കടവിലാണ് വീടെന്ന് പറഞ്ഞു. അവിടെ അടുത്ത് തന്നെ വാടകയ്ക്ക് ഒരു പൗലോസ് താമസിക്കുന്നുണ്ട്.
അപ്പോളോ പോലോസ് എന്ന് പറയും. അറിയുമെന്ന് ചോദിച്ചു. ഓ, അറിയാമെന്ന്. എന്നാൽ ഈ പറഞ്ഞ അപ്പോളോ പോലോസിൻ്റെ ഭാര്യ ഈ ഡ്രൈവർ പോലോസുമായുള്ള അവിഹിത ബന്ധത്താൽ അപ്പോളോ പോലോസ് എന്ന് പറഞ്ഞാൽ മേനാച്ചേരി കുന്നത്തം പോലോസ്, ഡ്രൈവർ പോലോസ് എന്ന് പറഞ്ഞാൽ കൂരം കരോട്ട് വീട്ടിൽ, ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധത്തിലാണ് കൊട്ടേഷൻ വന്നത്. ഞങ്ങളെല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചു. അത് പ്രകാരമാണ് ഏലിയാസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഇനി ഏലിയാസിന് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചു. ഈ കേസ് കഴിഞ്ഞ് ഇവരാണെന്നുള്ളത് ഇനി പിന്നെ എന്തെന്നാ സംശയം എനിക്ക്? താങ്കളെ പൗലോസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. പോലോസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് വണ്ടി കാണിച്ചു കൊടുത്തതിലുള്ള മാറ്റത്തെ പറ്റിയതാ. ഫസ്റ്റ് ക്ലാസ്സിൽ കിടക്കേണ്ട പോലോസ് എന്ന് പറഞ്ഞ് സ്റ്റാൻഡിൽ കാണിച്ചു കൊടുക്കുകയും സ്റ്റാൻഡിലുള്ളവർ മനസ്സിലാക്കി പോലോസിനെ ഫോണിൽ കൂടി വിളിച്ച് വണ്ടി അവിടെ നിന്ന് മാറ്റിക്കുകയും സെക്കൻഡ് ക്ലാസ്സിൽ കിടന്ന ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എടുത്തിടുകയും ആ സമയത്താണ് വണ്ടി വിളിക്കാൻ വന്ന പ്രതികൾ എൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആൾ മാറിപ്പോകുന്നത്. ശരിക്കും ഇവർക്ക് ആൾ മാറിപ്പോയത് തന്നെയാണോ? ഉറപ്പ്, 100% ഉറപ്പ്. അത് താങ്കളുടെ ഒരു ഭാഗ്യക്കേട്, എൻ്റെ ഭാഗ്യദോഷം, എൻ്റെ സമയദോഷം. ഇതിനകത്ത് വേറെ യാതൊരു ഇതുമില്ല. എനിക്ക് അവിടെ സ്റ്റാൻഡിലായിട്ടോ അയൽക്കത്തായിട്ടോ അങ്കമാലിയിലായിട്ടോ നാട്ടിലായിട്ടോ ഒരാളായിട്ടും പിണക്കോ വൈരാഗ്യമോ വേദനയൊന്നുമില്ല. ദൈവനമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു വാക്കുണ്ട്: മനുഷ്യനായാൽ സ്നേഹിച്ച് ജീവിക്കുക. അത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ഫോട്ടോഗ്രാഫിൽ സ്നേഹമാകാൻ അഖിലസാരം മൊഴിയിൽ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉള്ള ജീവിതത്തിൽ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളൊരു വ്യക്തിത്വം മാത്രമേ എന്നിൽ സുരക്ഷിതമായിട്ടുള്ള വാക്കുള്ളൂ. ഞാൻ ഇന്നും ജീവിക്കുന്നത് തന്നെയാണ്. ബൈബിളിൽ വാക്കുകൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇത് നേരം പോക്ക് വാക്കല്ല. പക്ഷെ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടോ? ഇന്ന് മനസ്സുള്ളവനും സ്നേഹമുള്ളവനും സമാധാനമില്ല. ഇന്ന് എന്നെ പോലുള്ള അന്ന് കാളിയാർ പുഴയിൽ വണ്ടി വിളിച്ചു കൊണ്ടുപോയി കൈയും കാലും കെട്ടി ശ്വാസം മുട്ടിച്ചു കൊന്ന് കാളിയാർ പുഴയിൽ ഒതുക്കിയ ഒരു കേസുണ്ട്. മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിച്ചുകൊണ്ടുപോയത്. അത് ഉണ്ണിരാജൻ സാർ തന്നെ തെളിയിച്ചതാണ്. അവൻ മരിച്ചുപോയി. പോലോസ് എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത്, പൊക്കാടിച്ചേരിക്കാരൻ, അത്താണി, കാറിൻ്റെ ഡിക്കിയിലിട്ട് വണ്ടി വിളിച്ചുകൊണ്ട് കൈയും കാലും ഡിക്കിയിലിട്ട് അവിടെ നിന്ന് അവൻ നമ്മുടെ പൊള്ളാച്ചിയിൽ വെച്ച് അവിടെ രക്ഷപ്പെട്ട് ഓടി പോകുന്നു. ഇതുപോലെ 3-4 കേസ് അന്നത്തെ സമയത്തുണ്ടായി. എൻ്റെ കേസ് ഉണ്ണിരാജൻ സാറും തെളിയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള മനുഷ്യനാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഗുണ്ടകളിൽ കൂടി രക്ഷപ്പെടില്ല. കാട്ടടിച്ച് കൊട്ടേഷൻ മേടിച്ച് മനുഷ്യനെ കൊല്ലുന്നവരാ ഏലിയാസേ വരുന്നു പറഞ്ഞു. വീരപ്പൻ സന്തോഷ്, അടിമാലിക്കാരൻ, പെരുമ്പാവൂർ താമസിക്കുന്നവൻ, കാടടിച്ച് കൊട്ടേഷൻ കൊടുക്കുന്നവനാ, മേടിക്കുന്നവനാ. 1500 രൂപയുടെ മൊബൈൽ ഫോണ്, കയ്യിലുണ്ടായിരുന്ന മറ്റ് എന്താണ് ATM കാർഡ്, തുക, ഇതൊക്കെ ഇവർ അടിച്ചുകൊണ്ട് പോയി. ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയി. എനിക്കൊന്നും കിട്ടിയില്ല. ഇതിൽ സ്വാഭാവികമായിട്ടും നടക്കേണ്ടത് നടന്നു. ഇപ്പം ഭാഗ്യക്കേട്, അങ്ങ് പറഞ്ഞ പോലെ ഭാഗ്യക്കേട് കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ നീതി തേടി പോകുന്നത് കോടതിയിലേക്കാണ്. അതെ, പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെയൊക്കെ കണ്ടെത്തി തരേണ്ടത്. അവരത് ചെയ്യുകയൊക്കെ ചെയ്തു. അതെ. പക്ഷെ കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതികളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇറങ്ങി വരുന്ന സാഹചര്യമാണ് കാണപ്പെട്ടിരിക്കുന്നത്. താങ്കൾക്ക് നയാ പൈസ, ഒരു ചില്ലി കാശ് രൂപ പോലും നഷ്ടപരിഹാരം ഈ 18 വർഷമായിട്ട് പോലും ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? ഞാൻ ഈ കേസുമായിട്ട് ആദ്യം എൻ്റെ നാട്ടിലും അങ്കമാലിലും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു, അവരൊക്കെ വലിയ പൈസക്കാർ, വലിയ ആൾക്കാരൊക്കെയാണ് ഏലിയാസേ. ഒരു പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ അവർ കുടുംബത്തിൽ വന്ന് അവർ അഭിമാനക്കുറവാ. നീ ഒരു സാധാരണക്കാരൻ ടാക്സി ഡ്രൈവറല്ലേ, അവരവരുടെ കാര്യം അവർ നോക്കിയേ. നീ മരിക്കുകയോ ജീവിക്കുകയോ അവർക്ക് പ്രശ്നമല്ല. പക്ഷെ ഒരു നിമിത്തമുണ്ടായി. ആകാശവും ഭൂമിയും സമുദ്രവും ഒക്കെയും സൃഷ്ടിച്ചവൻ നിന്നെ ഈ ഭൂമിയിലാക്കിയിട്ട് നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഘടകം നിന്റെ ദൈവമാണ്. പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല. ഒരുപാട് വലുതാ. ഈ ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, ആ കോടതിയുടെ വിധിയല്ലേ? അതെ.
അതിൽ കൃത്യമായിട്ട് പറയുന്നു, അത് ഞാനൊന്ന് വായിക്കാം. The investigation officers committed serious lapse and failed to investigate the case in accordance with the rules and procedures. For the faulty investigation, departmental action as directed by the Apex Court against the investigation officers is initiated. The Home Department of the state is directed to identify the officers in this case and take appropriate departmental action against them. എന്തെങ്കിലും നടപടികൾ ഈ വീഴ്ച പറ്റിയ പ്രതികളെ കോടതിക്ക് മുമ്പാകെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തോ? ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി. എന്തെങ്കിലും നടപടിയെടുത്തോ? കോടതി മുഖ്യമന്ത്രിക്കും DGPക്കും ഗവൺമെൻറ്റിനായിട്ട് തീരുമാനമെടുക്കാൻ പറഞ്ഞുകൊണ്ട് ജില്ലാ കോടതി പറവൂർ വിധി പറഞ്ഞിരിക്കുന്നത്. ഈ വിധി പ്രകാരം ഒരു നടപടിക്രമവും എടുത്തിട്ടില്ല. എന്നെപ്പോലൊരു സാധാരണക്കാരന് നീതി കിട്ടാൻ ഒരു സാഹചര്യം ഉണ്ടാവണം. ഇത് ഗവൺമെൻറ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിന് പോലീസ് ഓഫീസേഴ്സ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എനിക്ക് നീതി കിട്ടണം. എത്ര നാൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഈ സംഭവം ശരീരത്തിലും? ഞാൻ 7 മാസത്തോളം പല ഹോസ്പിറ്റലുകളായിട്ടും ഞാൻ മാറി ചികിത്സയിലായിരുന്നു. 2 ആഴ്ച തന്നെ ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ തുടങ്ങി, അങ്കമാലി LF ഹോസ്പിറ്റൽ, മടവണ ഹോസ്പിറ്റലിൽ തുടങ്ങി, എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ തുടങ്ങി. ഇങ്ങനെ ഞാൻ ചികിത്സയും തേടി. അവിടെ നിന്ന് കുറച്ച് ആയാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആയുർവേദ ചികിത്സയിലേക്ക് പോയി. ഈ നമ്മുടെ കീഴലത്ത് ഹോസ്പിറ്റലിൽ പോയി, നമ്മുടെ മുരുമൂര് അല്ല, ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി തിരുമേനി മൂസൻ്റെ അടുത്ത് പോയി, അങ്കമാലി അങ്ങാടിക്കടവിൽ തിരുമുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഗുരുക്കളുടെ സ്ഥലം, അവിടെയും പോയി. എന്തോരം വേദന നിന്നിട്ടാണ് അറിയാം. ഈ ഷോൾഡറൊന്നും എനിക്ക് ശരിയായിക്കട്ടെ, തല നേരെ കൂലാതാണ്, കല്ലിലിടിച്ചിട്ട് ഞരമ്പ് ഇപ്പോഴും എനിക്ക് ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടും പലവിധ വേദനകളും ഇപ്പോഴും ഉണ്ട്. ഞാൻ വണ്ടി ഓടിക്കാൻ പോണത്തൊന്നും പറയില്ല, പിന്നെ അവരെ പിന്നെ വണ്ടി വിളിക്കില്ല. ഏരിയാസന്ധി വണ്ടി ഓടിക്കാൻ വരാത്തതെന്ന് പറയുമ്പോൾ ഞാൻ പലവർ പറയും പഴയതുപോലെ എല്ലാ പ്രായമൊക്കെ ആയി തുടങ്ങിയിരുന്നു. പക്ഷേ എൻ്റെ വേദന എൻ്റെ പിതാവിനും എൻ്റെ കൂടെ ഇരിക്കുന്ന ആത്മാവിനും മാത്രമേ അറിയൂ. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. കാരണം അവരോട് ഞാൻ പറയില്ല. കാരണം അവരും ഈ വേദന അനുഭവിക്കണ്ടല്ലോ, കണ്ടല്ലോ. പക്ഷെ ഒരു സത്യമുണ്ട് സാറേ, ഈ പ്രകൃതിയാണെന്ന സ്നേഹം ദൈവം എനിക്ക് നീതി തരും. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് മനുഷ്യാവകാശ സംഘടനയിൽ കൂടി ചെയർമാൻ EM ജോസഫ് സാറിൽ കൂടി ഞാൻ ഇന്ന് ഈ ഓഫീസിൽ വരാൻ സാധ്യതയുണ്ടായി. തൊഴിലാളി യൂണിയനിലെ അംഗമല്ലേ? ഞാൻ തൊഴിലാളി യൂണിയൻ്റെ വളരെ അംഗമാണ്. ഞാൻ പഴയൊരു മാർക്സിസ്റ്റുകാരൻ. AP കുര്യൻ അങ്കമാലിലെ നിയമസഭാ സ്പീക്കറായിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത്. AP കുര്യൻ്റെ കുടുംബത്തിലെ പൈനാടത്ത് അയ്യമ്പള്ളി കുടുംബത്തിലൊരു അംഗമാണ് ഞാൻ. തൊഴിലാളി ഏത് യൂണിയനായിരുന്നു? CITUവിൻ്റെ യൂണിയൻ മാത്രമേ സ്റ്റാൻഡ് ഉണ്ടായുള്ളൂ. CITU യൂണിയൻ മാത്രമേ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ യൂണിയന്റെ ഒരു ആദ്യകാലം മെമ്പറാണ് ഞാൻ. എന്നിട്ട് അതിലെ ആളുകളൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയില്ല. അവരെന്തോ ജാഥ പ്രകടനമൊക്കെ നടത്തി, വായല നാക്കുണ്ട് പേരിന്. പക്ഷേ പ്രവൃത്തിയിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഒരു അനുഭവം അവർക്ക് ഉണ്ടാക്കി തരാൻ സാധിച്ചില്ല. അത് അവരുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഒരു യൂണിയൻ, ഒരു സംഘടന, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വേദനിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും ഒരു അത്താണിയാവാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്കും പ്രയാസപ്പെടുന്നവർക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.
ഈ പ്രതികൾ ആരുടെ സ്വാധീനം അല്ലെങ്കിൽ ആരുടെ സഹായമായിരിക്കും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? എൻ്റെ വിശ്വാസത്തിൽ ഒറ്റ വാക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇതിൻ്റെ കൂടെ. ഏത് രാഷ്ട്രീയ പാർട്ടി? 2 പാർട്ടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിസ്റ്റുകാരുണ്ട്, മാർക്സിസ്റ്റുകാരാണ്, കോൺഗ്രസ്സുകാരുമുണ്ട്. 2 പേരുമുണ്ട്. കാരണം ഈ കൊട്ടേഷൻ കൊടുത്തവരും കോൺഗ്രസ്സുകാരുണ്ട്. 2 പേരുമുണ്ട്. തുല്യ സമ്മത ഇവർക്ക്. അന്ന് BJP ഒന്നും അവിടെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അന്നൊന്നും അങ്ങനെ BJP ഇല്ല. ഞാൻ അന്വേഷിച്ച് നോക്കിയത് ഈ ഗുണ്ടകളും കൊട്ടേഷൻ കൊടുത്തവരും തല്ല് കൊണ്ടവരൊക്കെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരാ. അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇവർ 2 പേരും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും. ഗുണ്ടകളും അതെ, കൊട്ടേഷൻ എടുത്തവരെ തല്ല് കൊള്ളേണ്ട ഡ്രൈവർ എല്ലാവരും ഇവരാണ്. ഇവർ എല്ലാവരുടെയും കൂടി അവരൊറ്റ കെട്ടായി. ഞാൻ എവിടെ പോയാലും അവന് നീതി കിട്ടുക. ഒരു ദിവസത്തെ പണിക്കാശും കൊണ്ട് കുടുംബം നോക്കാൻ പോകണോ? കേസും കോടതിയുമായിട്ട് മുന്നോട്ട് പോകണം. ഇതിൽ കോടതി കണ്ടെത്തിയ കാര്യം എന്താണ്? ഇത് എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വരുത്തിയിരിക്കുന്നത്? കേസ് ഇവരെല്ലാം തെളിയിച്ചു, പ്രതികളെല്ലാം പിടിച്ചു. താങ്കൾ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. വളരെ സത്യം. തെളിവെടുപ്പ് കൊണ്ടുവന്നു, തെളിവെടുത്തു. ഇന്ന പ്രതികളാണ്, ഇന്ന രീതിയിലുള്ള ശിക്ഷിച്ച പ്രതികളാണ്, കാരണമാണ് ഈ കേസ് ഉണ്ടായത്. ഇത് അവിഹിത ബന്ധമാണ്. അങ്കമാലി സ്റ്റാൻഡിലെ ഡ്രൈവർ പോലോസും അയലക്കത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പോലോസിൻ്റെ ഭാര്യയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഈ കേസിന് അസ്ഥാനം പ്രധാനം. ഇത് കാരണം ഏലിയാസ് ആൾ മാറിയാണ് ഏലിയാസിൻ്റെ കൊണ്ടുപോയത്. ഇത് വ്യക്തമായ രീതിയിൽ പോലീസ് ഓഫീസേഴ്സ് തെളിയിച്ച കേസാണ്. ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് അവസാനം കൊടുത്ത പോലീസുകാരൻ തെറ്റിച്ച തെറ്റാണ് ഈ പ്രതികളെ ശിക്ഷിക്കാതെ മുഖ്യമന്ത്രിക്കും DGPക്കും ഗവൺമെൻറ്റിനും വിട്ടുകൊടുത്തുകൊണ്ട് വിധി പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ നഗ്നമായ സത്യം. എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഹൈക്കോടതിയിൽ പോകാനായിട്ട് പബ്ലിക് വക്കീലെ പിടിക്കാനോ പൈസ മുടക്കാനോ അതിനുള്ള പാവം എനിക്കില്ല, വരുമാനമില്ല. ഞാനൊരു സാധാരണക്കാരൻ, അങ്ങനെ സാധാരണക്കാരൻ. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, എൻ്റെ ഭാര്യ ഒരു കിഡ്നി വരുന്നില്ല. അറിയാമോ? ഇതിപ്പോഴെന്നാ ഞാൻ പറയണേ, അവൾക്ക് ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കൊണ്ടു നടന്ന ഞാൻ തിരിച്ചല്ലോ. ഞാൻ എൻ്റെ ഭാര്യയും ഇതേപോലെയായ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും? ജസ്റ്റ് 2 വർഷം മുമ്പേ 96-97 വർഷത്തിൽ എൻ്റെ അപ്പൻ എൻ്റെ വീട്ടിൽ പോയി. അതുവരെ എൻ്റെ കൂടെ തന്നെയാണ്. ഒരു സഹോദരൻ ഉണ്ടായെങ്കിലും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സഹായം ഒന്നിനും ഉണ്ടായില്ല. ഞാൻ അതിനൊരു കുറ്റവും പറയണ്ട. എന്തായാലും താങ്കൾക്ക് എല്ലാവിധ, തീർച്ചയായിട്ടും താങ്കൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള നീതി, നഷ്ടപരിഹാരം, പ്രതികൾക്കുള്ള ശിക്ഷ ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ നീതിപീഠം അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള സംവിധാനം, സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള കരുണ അല്ലെങ്കിൽ നീതി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സത്യമേവ ജയതേ എന്നൊക്കെയാണ് വലിയ ആപ്തവാക്യം എന്നൊക്കെ പറയുന്നത്. അത് എത്ര വലിയ കോമഡിയാണ് അല്ലെങ്കിൽ എത്ര വലിയ പരിഹാസമായിട്ട് മാറിത്തീരുകയാണ് ഈ സത്യമേവ ജയതേ എന്ന് ഒരിക്കൽ കൂടി താങ്കളുടെ ഈ വിഷയത്തിലൂടെ തെളിയുകയാണ്. ഇവിടുത്തെ നീതിപീഠത്തോട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഇവിടുത്തെ നീതിപീഠം കറപ്റ്റഡ് ആണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര്, ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ കറപ്റ്റഡ് ആണ്. താങ്കളെ പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ദുരിതം അനുഭവിക്കുക എന്നത് മാത്രമാണ് വിധി, അല്ലാതെ ഒരു വഴിയുമില്ല. വലിയ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടോ? സ്വാധീനമുണ്ടോ? പണമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. അതുകൊണ്ട് ദുരിതം അനുഭവിക്കുക. അത് മാത്രമാണ് ദുരിതം അനുഭവിക്കുക, കരയുക, ഇതുപോലെ വേദനിക്കുക. ഇതാണ് നിങ്ങളെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാർക്കുള്ള ഏക ഒരു രീതി എന്ന് പറയുന്നത്. വേറെ വിലപിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം സത്യമേവ ജയതയല്ല, സത്യം ജയിക്കില്ല, കളവ് മാത്രമേ ജയിക്കുള്ളൂ എന്നാണ് ഇത്തരം വിഷയങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യം. അതെ സാറേ, ഇതിന് തീരുമാനം ഉണ്ടാവണം. എന്നെ പോലെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് കിട്ടണം.
ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാർ എന്ന് പറയും പോലെ മക്കളുടെ അച്ഛനമ്മമാർ ഇവിടെ ഉറങ്ങി പോയിട്ട് തെരുവിലിറങ്ങി പിച്ച തേണ്ടി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. എത്രയെത്ര കമ്പനികളും പൂട്ടി ഇല്ലായ്മ ചെയ്ത് കപ്പലിൻ്റെ കച്ചവടം നടത്തി വരെ ജീവിക്കുന്ന ഓരോ ഓഫീസേഴ്സും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എന്നെ പോലെയുള്ള കുടുംബങ്ങൾക്ക് വ്യക്തമായ ഒരു അടിത്തറയും അനുഭവവും ഉണ്ടാവണം. അത് കിട്ടിയിരിക്കണം. നമുക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. കാണേണ്ടവർ ഇത് കാണട്ടെ. എൻ്റെ വിശ്വാസം എന്നെ ബോധിപ്പിക്കുന്ന രീതിയിൽ പറയുന്നു, ഇതിന് 100% തീരുമാനമുണ്ടാകും. സത്യം ജയിക്കും. കാരണം സത്യം ദൈവമാണ്, പ്രകൃതിയാണ്. അവൻ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ സത്യം എന്നുള്ളത് ആ പ്രകൃതി തെളിയിച്ചു തരും. പ്രകൃതി എന്നും പ്രകാശമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നതാണ്. അവനവിടെ അന്ധതയില്ല. അവിടെ അന്ധതയുണ്ടെങ്കിലും സത്യത്തിൽ തുറന്നു തരും. ആ തുറക്കാൻ തക്കവണ്ണമാണ് ഇന്ന് ഞാൻ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന് സാറിൻ്റെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹം, കൂട്ടായ്മ എനിക്കുണ്ടാവും, എൻ്റെ കുടുംബത്തോടുണ്ടാവും എന്നുള്ള വിലയേറിയ മനസ്സിനാൽ ഞാൻ വിശ്വസിക്കുകയാണ്. അതാണെന്ന് എൻ്റെ പിതാവ് ഇവിടെ ഇത്രയും വർഷം താമസിച്ചെങ്കിലും എന്നിവിടെ എത്തിച്ചത്. അവസാനം വരെ ക്ഷമിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ വിലയേറിയ ഒരു വാക്കുണ്ട്. എന്തായാലും ഈ നാട്ടിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കാണുക. ഇത് കാണണം. ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ, ഇനി അധികാര കസേരയിൽ കുറച്ച് നാളേ ഉള്ളൂ. പറ്റാവുന്ന സഹായങ്ങൾ അങ്ങയെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അതെ, അതവിടെ നിന്നുണ്ടാവണം. സാധാരണക്കാരിലേക്ക് എത്താൻ, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരു കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യുകയോ അത്താണിയില്ലാതെ പോവുകയോ ചെയ്യരുത്. അതുണ്ടാവണം.